ഹലോ ഗൈസ്, നമുക്ക് വീട്ടിൽ എളുപ്പത്തിന് ഒരു മുട്ട പൊരിച്ചത് റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിക്കാം. അങ്ങനെ മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ച് പാത്രത്തിലോട്ടങ്ങ് ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 മുട്ടയും അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള കുനുകുനാന്ന് അരിഞ്ഞിടുകയാണ്. പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞിടുകയാണ്. അതുപോലെ ഇഞ്ചിയും കുനുകുനാന്ന് അരിഞ്ഞിടുകയാണ്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബിസ്ക് വെച്ച് ഇളക്കി മുട്ടയൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ട പൊരിച്ചതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് വഴിയെ അറിയിക്കുക. അങ്ങനെ നമ്മൾ ബിസ്കൊക്കെ വെച്ച് ഇളക്കി മുട്ടയൊക്കെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുനുകുന നിറഞ്ഞ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ചേർത്ത് നമ്മുടെ മുട്ട പൊരിക്കുന്നത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുട്ട പൊരിയിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. പാലപ്പച്ചട്ടിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ പുരട്ടി എല്ലാം ഒന്ന് പിടിപ്പിക്കുകയാണ് പാലപ്പച്ചട്ടിയിൽ എണ്ണയൊക്കെ പുരട്ടിയ ശേഷം നമുക്ക് അതിലോട്ട് മുട്ട പൊരിച്ചത് മുട്ടയുടെ മിക്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സൊക്കെ ചേർത്ത് വട്ടത്തിലൊന്ന് കറക്കി എടുക്കുകയാണ്. അങ്ങനെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വരും നമ്മുടെ മുട്ടയൊക്കെ. അങ്ങനെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ഗായ്സ്.